മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ആരും തന്നെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയ പരാജയം ഉണ്ടായോ എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പറയാനും സാധ്യതയില്ല. പിണറായി വിജയനാണെങ്കിലും എം വി ഗോവിന്ദനാണെങ്കിലും സ്വരാജാണെങ്കിലും ഒക്കെ പറയുന്നത് ജനങ്ങൾക്ക് ചെറിയ തെറ്റുപറ്റി, അതുകൊണ്ട് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടു, ഏതാനും സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ പാർട്ടിയുടെ അടിത്തറയ്ക്ക് കാര്യമായ തകരാറൊന്നും പറ്റിയില്ല. മേൽപോട്ടുള്ള ഭാഗത്തിന് ചെറിയ തകരാറുകളുണ്ട്. ഓടുകൾ ഏതാനും പൊട്ടി, കഴുക്കോലും നിരണ്ടര ഓടിക്കും. ഉത്തരത്തിനാകട്ടെ ഈ കെട്ടിടത്തിൻ്റെ മച്ചിനാകട്ടെ കൂടിനാകട്ടെ പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. ഭിത്തിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അടിത്തറയുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരാശങ്കയ്ക്കും ഒരാവലാതിക്കും വകയില്ല. ഇതാണ് സാധാരണ പാർട്ടിയുടെ ലൈൻ. പക്ഷേ ഈ സമീപ ദിവസം കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ ഒക്കെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെയല്ല, പാർട്ടിക്ക് ചെറിയ പരാജയം ഉണ്ടായിട്ട് ആ പരാജയം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ജനങ്ങളോട് പറയണം, അത് തിരുത്തണം എന്നൊരു ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു സംസ്ഥാന കമ്മിറ്റിയോ അങ്ങനെ ഏതാണ്ട് കുണ്ടാമണ്ടി കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടട്ടെ. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഈ പരാജയത്തിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയ സുഹൃത്ത് സഖാവ് എൻ ഷംസീറാണ്. എന്തുകൊണ്ടാണ് ഷംസീർ സന്തോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഷംസീർ 2 തവണ തലശ്ശേരിയിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. ഇത്തവണ ഷംസീറിന് സീറ്റ് കൊടുത്തില്ല. ഷംസീറിൻ്റെ തലശ്ശേരി സീറ്റ് പാർട്ടി എടുത്ത് കാരായി രാജൻ എന്ന് പറഞ്ഞൊരു വിപ്ലവകാരി കൊടുത്തു. അദ്ദേഹം വലിയൊരു തീവ്ര വിപ്ലവകാരിയാണ്, വിപ്ലവത്തിൻ്റെ അപ്പോസ്റ്റലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റ് കൊടുത്തു, ഷംസീറിന് സീറ്റിലുണ്ടായി. സത്യം പറഞ്ഞാൽ ഷംസീറിനെ ഒതുക്കിയതാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. ഷംസീർ തന്നെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതായത് മുഹമ്മദ് റിയാസിൻ്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് ഈ ഷംസീർ ഭാവിയിൽ ഒരു തടസ്സമായി തീർന്നേക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത്, ഷംസീറിനെ ഉൾപ്പെടുത്താത്തത്. പിന്നെ റിയാസിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തു, ഷംസീറിന് കൊടുക്കാത്തത്. ഷംസീറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ ആട് കടിച്ചു പോയി എന്നും ശത്രുക്കൾ പറയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഷംസീറിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. കോടിയേരി മരിച്ചോടി ഇദ്ദേഹത്തിൻ്റെ പണി തീർന്നു എന്നാണ് ഇവർ പറയുന്നത്, നമുക്കറിയില്ല. എന്തുവാട്ടെ, ഷംസീർ കഴിഞ്ഞ ദിവസം കാളികാവിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലെ കാളികാവിൽ സഖാവ് കുഞ്ഞാലിയുടെ ഓർമ്മ ദിവസം നടത്തിയ പ്രസംഗം ഇപ്പോൾ എല്ലാ TV ചാനലുകളും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഷംസീർ പറയുന്നു പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. പാർട്ടി ഇതുവരെ പറഞ്ഞ പോലെയല്ല, പാർട്ടി പറയുന്ന പോലെയല്ല, പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് മുന്നണിക്ക് വലിയ തിരിച്ചടി, എജാതി തോൽവിയാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തോൽവി ഉണ്ടായി എന്നുള്ള അംഗീകരിച്ചു. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് സഖാവ് പറയുന്നത്. ഒന്ന്, പയ്യന്നൂരെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥി നിർണ്ണയം പാളി. അതായത് ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് തളിപ്പറമ്പിൽ സീറ്റ് കൊടുത്തത് ശരിയായില്ല, കേമായില്ലേ. 2, പയ്യന്നൂരിൽ സഖാവ് മധുസൂദൻ സ്ഥാനാർത്ഥി ഏത് ശരിയായില്ല. ഏത് മറ്റേ ഫണ്ട് തട്ടിപ്പ് കേസ്. അമ്പലപ്പുഴയുടെ കാര്യം പുള്ളി പറഞ്ഞിട്ടില്ല, അത് പിന്നെ വേറെ ഒരു നിലയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പരാജയ കാരണം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ പാർട്ടി പ്രതിരോധിച്ചു, പക്ഷേ അതിന് വേണ്ടത്ര ഊക്ക്, വേണ്ടത്ര ശക്തി ഉണ്ടായില്ല. മൂന്നാമത്തെ കാരണം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അവിടെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിച്ചത് ശരിയായില്ല. അദ്ദേഹത്തിൻ്റെ സന്ദേശം അവിടെ വായിക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സന്ദേശം നമ്മൾ മടക്കി പോക്കറ്റിലിട്ടാൽ മതിയായിരുന്നു. ഇങ്ങനെ 3 കാരണങ്ങളാണ് ഷംസീർ പറഞ്ഞത്. ഷംസീർ പറയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്, അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാരണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് കേരള സംസ്ഥാനത്തെ 20 മന്ത്രിമാരും മുഖ്യനും കൂടി കൂടിയിട്ട് ഒരു ബസ് വാടകയ്ക്കെടുത്ത് നവകേരള യാത്ര നടത്തിയത് പാർട്ടിയുടെ പരാജയത്തിന് കാരണമായോ? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ പറയാൻ പറ്റിയില്ല. ആശാസമരത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിലെ അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്, സമീപനം ശരിയായിരുന്നോ? പോട്ടെ, ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് പിച്ചച്ചട്ടിയെടുത്ത മറിയക്കുട്ടിയോട് പാർട്ടി സഖാക്കൾ അനുവർത്തിച്ച നയവും സമീപനവും ശരിയായിരുന്നോ? കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കളവ് നടത്തിയത്, കൊള്ള നടത്തിയത് പാർട്ടിയെക്കുറിച്ചും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളെക്കുറിച്ചും പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയ അവമതിപ്പ് എത്രയായിരുന്നു? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും പ്രധാനം മാർക്സിസം മരുമോനിസമാക്കി മാറ്റിയത് ശരിയാണോ? ഞാനും എൻ്റെ മരുമോനും മാത്രം മതി, പാർട്ടിയിൽ ബാക്കി നേതാക്കന്മാരെയൊക്കെ ഇപ്പോൾ ഷംസീറിനടക്കം ഒതുക്കി മൂലയ്ക്ക് ആക്കിയത് ശരിയായിരുന്നു? ഒരു വിഷയമല്ലേ. പാർട്ടിക്കാർ ദൈനംദിന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും, പുറത്ത് പറയാൻ ഭയപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് മാർക്സിസം മാറി മരുമോനിസമായി എന്നുള്ളത്. പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയതടക്കമുള്ള നടപടികൾ
എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിച്ചത്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഷംസീർ ബുദ്ധിമാനായ കാരണം 3 കാരണങ്ങൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരായിട്ട് അടുത്ത കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഷംസീർ തന്നെയും ചെറുതല്ലാത്തൊരു സംഭാവന കൊടുത്തല്ലോ. അതെന്തായിരുന്നു? ഗണപതി വിത്താണ് എന്ന് പ്രസംഗിച്ച് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകളെ വെറുപ്പിച്ചാരായിരുന്നു. ഷംസീർ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും പ്രാഗൽഭ്യത്തിനും ഒത്ത രീതിയിൽ കനപ്പെട്ട സംഭാവനകൾ കൊടുത്താണ് എന്ത് ചെയ്തത്? പാർട്ടി ഇന്നിപ്പോൾ കാണുന്ന അവസ്ഥയിലെത്തിച്ചത്. അതിൽ ഷംസീറിനും പങ്കുണ്ട്, പിണറായിക്കും പങ്കുണ്ട്, റിയാസിനും പങ്കുണ്ട്, ഗോവിന്ദൻ മാഷും പങ്കുണ്ട്, വിജയരാഘവനും പങ്കുണ്ട്. അതിൽ പങ്കില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് ഏതാണ്ട് മരണശൈലിയിൽ കിടത്തുന്നത് അച്യുതാനന്ദൻ മാത്രമാണ്. ബാക്കി എല്ലാവർക്കും പങ്കുണ്ട്. പിന്നെ പാർട്ടിയുടെ ഈ തുക്കട തരികട സഖാക്കന്മാർ നടത്തിയ അതിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു? എത്തപ്പൈക്കാരുടെ കലാപം ഓർമ്മയില്ലേ? 6 ഷോ കൊടുത്ത പങ്കെത്ര, 6 ഷോ വഹിച്ച പങ്കെത്ര, യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് ബാനർ എഴുതി പ്രദർശിപ്പിച്ച കേരളവർമ്മ കോളേജിൽ നമുക്ക് പേരറിയാൻ പാടില്ലാത്ത സഖാക്കൾ അവർ കൊടുത്ത സംഭാവന ഇത്രയായിരുന്നു. ആരിഫ് ഖാനോട് നടത്തിയ ആക്രോശങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ച അത് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന നിസ്സാരമാണ്. അതില്ലായിരുന്നെങ്കിലും പാർട്ടി തോക്കുമായിരുന്നു. ഏതാണ്ട് ഇത്ര തന്നെ സീറ്റുകളിൽ തോക്കുമായിരുന്നു. പിന്നെ ഈ ഒരു വിഷയം കൂടി വന്നപ്പോൾ പരാജയത്തിൻ്റെ ഊക്ക് കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷംസീർ സമയം പോലെ ഒന്ന് വിശകലനം ചെയ്ത് അടുത്ത പ്രസംഗത്തിൽ അതും കൂടി ചേർത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ കേൾക്കാനൊരു ഇമ്പുണ്ടാവും. ആളുകൾ വെറും വിട്ടികളല്ല എന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് നമുക്ക് സമാധാനിക്കുകയും ചെയ്യാം. ലാൽ സലാം.